കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ 2025 ഫെബ്രുവരി മാസം കൊടുത്ത പരാതിയിൽ 2025 ഡിസംബറിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും പോലീസ് അറസ്റ്റ് ചെയ്ത സുധീർ കുമാറിനെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയപരമായ പകപോക്കലാണെന്ന് സംശയിക്കുന്നതായും പ്രതിഭാഗം വക്കീൽ ബൈജു രാഘവൻ പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഈ ജാമ്യത്തിലെ സുധീർ ഈ കേസിലെ മൂന്നാം പ്രതിയാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2025 ഡിസംബറിലാണ്, എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ്. യഥാർത്ഥത്തിൽ സുധീർ കടത്തനാട് ലേബർ സൊസൈറ്റിയുടെ ഫോർമർ പ്രസിഡൻ്റാണ്. ആ ഫോർമർ പ്രസിഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹം ഇപ്പം ഡയറക്ടർ ബോർഡ് മെമ്പറുമാണ്. 2025 സംഘത്തിലെ ഒരു ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ചില മിസ്അപ്രോപ്രിയേഷൻസ് വന്നപ്പോൾ അത് ബോർഡിൻ്റെ ശ്രദ്ധയിൽ വരികയും ബോർഡ് ഇമ്മീഡിയറ്റായി തന്നെ അത് സംബന്ധിച്ച് കോപ്പറേറ്റീവ് രജിസ്ട്രാർക്കും വടകര സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിനും അതുപോലെ തന്നെ ജോയിൻറ്റ് രജിസ്ട്രാർ കോഴിക്കോട് ജോയിൻറ്റ് രജിസ്ട്രാർ കോപ്പറേറ്റീവ് ജോയിൻറ്റ് രജിസ്ട്രാർക്കും താലൂക്ക് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്ക് അടക്കം പരാതികൾ കൊടുത്തു. അത് സംബന്ധിച്ച് സംഘത്തിൽ അവൈലബിളായ എല്ലാ ഡോക്യുമെൻസും അവിടെ സംഘത്തിലെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുകയും ആ എൻക്വയറിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്ത ഡയറക്ടർ ബോർഡ് തന്നെ ഇതൊക്കെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും പോലീസിലെ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിനടക്കം റിട്ടേണായി പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2025 ഫെബ്രുവരി മാസം കൊടുത്ത പരാതിയിൽ ഈ നമ്മളിപ്പോൾ 2026 ജൂലൈ മാസം വരെ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ 2025 ഡിസംബറിൽ പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അതാണ് ഇന്നത്തെ ജാമ്യത്തിൽ വന്നിരിക്കുന്ന 1734 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇതിലും പോലീസ് 6 മാസമായി അന്വേഷണം നടത്തുന്നു. സംഘത്തിൻ്റെ ഓഫീസ് സീസ് ചെയ്തു, അതുപോലെ സീൽ ചെയ്തു, അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ സീസ് ചെയ്തിട്ടുണ്ട്. അന്വേഷണവുമായി കഴിഞ്ഞ 1.5 വർഷമായി പലതവണ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും സെക്രട്ടറി അടക്കമുള്ള ആളുകളെയും പോലീസ് വിളിപ്പിക്കുകയും അവിടെ വെച്ച് എല്ലാ ഡീറ്റെയിൽസുകളും പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ 9/7 സുധീറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി ഹൈക്കോടതി വെച്ചിരിക്കുന്നു. അതിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വടകര പോലീസിന് നോട്ടീസ് കൊടുത്തിരുന്നു. ആ നോട്ടീസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടും ശനിയാഴ്ച ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ മറ്റ് ചില രാഷ്ട്രീയമായ ചില പകപോക്കലുകളും മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേസ് സംബന്ധിച്ച് എൻ്റെ പ്രൈം അക്യൂസ്ഡായ ആൾക്കെതിരെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിലടക്കം പോലീസിൻ്റെ മുമ്പാകെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസിൻ്റെ ഇന്നത്തെ അവരുടെ കസ്റ്റഡി ആപ്ലിക്കേഷനിലടക്കം പറഞ്ഞിരിക്കുന്നത് ആ 2ാം പ്രതിയായ ആളെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സീരിയസ് ആയ അലിഗേഷൻസ് ഉണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും അയാൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിളിച്ചിട്ട് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ അയാൾ അബ്സ്കോണ്ടിങ് ആണ്, അയാൾ നാട് വിട്ടിരിക്കുകയാണെന്ന് പറയുന്നു പോലീസ്. അപ്പോൾ ഇതിൽ സുധീറിനെ സംബന്ധിച്ചിടത്തോളം സുധീറിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും ഇന്നസെൻ്റാണ്. അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ നടന്നിരിക്കുന്ന ഒരു മിസ്അപ്രോപ്രിയേഷനിൽ സംഘം പ്രസിഡന്റ് എന്ന നിലയിലും സംഘം സെക്രട്ടറി എന്ന നിലയിലും സംഘത്തിൻ്റെ ബോർഡ് ഡയറക്ടേഴ്സ് മെമ്പർമാർ എന്ന നിലയിലും നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വരികയാണ്. അതിനിടയിലാണ് പോലീസിൻ്റെ അറസ്റ്റ് ഉണ്ടായത്. അത് പൂർണ്ണമായി നമുക്ക് കോടതിയിൽ ജാമ്യാപേക്ഷയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കോടതി പരിഗണിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ? അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.